ഈയടുത്ത് അഫ്ഗാനിൽ സ്ത്രീകളടങ്ങുന്ന കുറ്റവാളികളെ പരസ്യമായി അടിച്ചതിൻ്റെ വാർത്ത വന്നിരുന്നു. സ്ത്രീ കുറ്റവാളികളെ പുരുഷന്മാർ അടിക്കുന്നതെങ്ങനെയാണ് ന്യായീകരിക്കുക? സ്ത്രീകളെ സ്ത്രീകളല്ലേ കൈകാര്യം ചെയ്യേണ്ടത്? സ്ത്രീകളെ തെരുവിൽ നേരിടുന്നതിൻ്റെയും അവരെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നതിൻ്റെയും അഫ്ഗാൻ ദൃശ്യങ്ങളിലെല്ലാം പുരുഷ താലിബാനികളെയാണ് കാണാറുള്ളത്. ജയിലിലെ നോട്ടക്കാരായും കാര്യമായി പുരുഷൻ മാത്രമേയുള്ളൂ എന്നാണ് കേൾക്കുന്നത്. ഇതിനാൽ സ്ത്രീ തടവുകാർ ലൈംഗികമായി പീഡിപ്പിക്കപ്പെടുന്നതടക്കമുള്ള പ്രശ്നങ്ങൾ പല മനുഷ്യാവകാശ സംഘങ്ങളും ഉന്നയിക്കുന്നുണ്ട്. ഇസ്ലാമിക ഫിഖ്ഹിൽ സ്ത്രീ തടവുകാരെയും കുറ്റവാളികളെയും കൈകാര്യം ചെയ്യാൻ ഒരു വനിതാ വിങ്ങിനു സാധ്യതയില്ലേ? തടവിൽ കഴിയുന്ന സ്ത്രീകൾക്ക് പലവിധ പ്രശ്നങ്ങളുമുണ്ടാകുമല്ലോ. ഇതെല്ലാം കൈകാര്യം ചെയ്യാൻ പുരുഷന്മാർ മാത്രമേയുള്ളൂ എന്നത് ചൊടിപ്പുണ്ടാക്കുന്ന കാര്യമല്ലേ? വനിതാ പോലീസ് പോലത്തെ സംവിധാനത്തിന് ഇസ്ലാമിക കർമ്മശാസ്ത്ര പ്രകാരം സാധ്യതയില്ലേ? ഇസ്ലാമിനെ ഇന്നത്തെ ആധുനിക രാഷ്ട്രീയ സാഹചര്യങ്ങളെ ബന്ധപ്പെടുത്തി ഇന്ന് ആധുനിക രാഷ്ട്രീയം പടിഞ്ഞാറിൻ്റെ രാഷ്ട്രീയവും ഭരണവും എങ്ങനെയാണോ എന്ന് വെച്ചാൽ ആ കോലത്തിൽ തന്നെ കണ്ടുപരിചയിച്ചിട്ടുള്ള ഒരു കാലത്ത് ഇസ്ലാമിൻ്റെ രാഷ്ട്രീയത്തെ അതേമാതിരി ചിത്രീകരിക്കുകയും അതിന് വകുപ്പില്ലേ എന്ന് ചോദിക്കുകയും ചെയ്യുകയാണ് ഇതുള്ളത്. വാസ്തവത്തിൽ ഇസ്ലാമിൽ അങ്ങനെ ഒരു ജയില്, ആ ജയിലിൽ പെണ്ണുങ്ങളെ കൊണ്ടുപോയി തടവിൽ പാർപ്പിക്കുക എന്ന ഒരു സംഗതികളൊന്നും ഇസ്ലാമിൻ്റെ നിലപാട് പ്രകാരം ഇല്ല. ഇസ്ലാമിൽ തടവറയിൽ വെക്കുക എന്ന് പറയുന്നത് ഹദ്ദില്ലാത്ത, കഫാറത്തില്ലാത്ത കുറ്റങ്ങൾക്ക് ഭരണാധികാരി നിശ്ചയിക്കുന്ന ഒരു തഅ്സീർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ശിക്ഷണ നടപടി. ശിക്ഷ എന്ന് പറഞ്ഞുകൂടെ, അതിന് ഒരു ശിക്ഷണ നടപടി. ഈ ശിക്ഷണ നടപടി അതിൻ്റെ യുക്തമായ രീതിയിൽ അതിൻ്റെ തോതെങ്ങനെയാണ്, ഏത് മാതൃകയാണ്, ഏത് രൂപത്തിലാണ് വേണ്ടത് എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ഭരണാധികാരിക്കാണ്. ഭരണാധികാരികൾ തടങ്കലിലാക്കുക എന്ന് പറഞ്ഞാൽ ജയിലിൽ കൊണ്ടുവന്ന് പാർപ്പിക്കുക, അതിനായിട്ട് ജയില് എന്നൊരു വലിയ സംവിധാനം എന്നൊന്നും ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക രാഷ്ട്രീയത്തിൽ ആവശ്യമില്ല, ഉണ്ടായിട്ടുമില്ല. 30 കൊല്ലക്കാലം നബിക്ക് ശേഷം ഖിലാഫത്ത് സമ്പൂർണ്ണമായി ഭരിച്ചിട്ടുണ്ട്. ആ ഖിലാഫത്ത് കാലത്ത്, അതേപോലെ തന്നെ ഉമവി ഖിലാഫത്തും അബ്ബാസി ഖിലാഫത്ത് കാലത്ത് ഇങ്ങനെ നമ്മളിപ്പം എന്ന് പറയപ്പെടുന്ന തരത്തിലുള്ള ഒരു ജയില്, അതിൽ കുറേ സ്ത്രീകത്വങ്ങളും കുറ്റവാളികളും കൊണ്ടുവന്നാക്കുക എന്ന നിലപാടൊന്നുമില്ല. ഹദ്ദുള്ള നിയമങ്ങളുണ്ട്. കുറ്റങ്ങൾ ഹദ്ദ് എന്ന് പറഞ്ഞാൽ വ്യഭിചാരത്തിന് ഹദ്ദുണ്ടല്ലോ. വിവാഹിതരാണെങ്കിൽ ഇങ്ങനെ, വിവാഹിതരില്ലെങ്കിൽ അങ്ങനെ. മോഷണത്തിന് ഹദ്ദുണ്ടല്ലോ. ഹംറ് എന്ന മദ്യം കുടിച്ചാൽ അതിന് ഹദ്ദുണ്ടല്ലോ. ഈ തരത്തിലുള്ള ഹദ്ദുകളുള്ള കുറ്റങ്ങൾ അല്ലാത്ത, അതേപോലെ തന്നെ കഫാറത്തുകൾ എന്ന പേരിൽ പ്രായശ്ചിത്തം പ്രത്യേകം ശറഈ നിശ്ചയിച്ചിട്ടില്ലാത്ത കുറ്റങ്ങൾ വന്നാൽ ആ കുറ്റത്തിലകപ്പെട്ട വ്യക്തികളെ, അതാണായാലും പെണ്ണായാലും, അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പറ്റുന്ന ശിക്ഷണ നടപടി എന്ന നിലക്കുള്ള ശിക്ഷകൾ തഅ്സീർ എന്ന പേരിൽ ഇമാമ് പാലിക്കുകയാണ്. അവിടെ ഹബ്സ് എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ അവരെ വീട്ടിൽ തടഞ്ഞാലും മതി. നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത് എന്നാണ് തടയുക. ജയിലിൽ കൊണ്ടുപോയി പാർപ്പിക്കണ്ട. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത് കാരണം വീട്ടിൽ തടങ്കലിലാക്കാൻ എന്തിനാ പോലീസ്? എന്തിനാ വനിതാ പോലീസിന്? പെണ്ണ് വീട്ടിലിരിക്കുമ്പോൾ വീട്ടിലിരിക്കാന്ന് പറഞ്ഞാൽ പോരെ. ഇതേപോലുള്ള ഹബ്സുകളൊക്കെയാണ് ഫിഖ്ഹിൻ്റെ കൈകാര്യത്തിൽ കാണുന്ന ഇമാമ് കൈകാര്യം ചെയ്യുന്നതിനുള്ള മിസാല് പറയുന്നത്, രൂപം പറയുന്നത്. തഅ്സീറിൻ്റെ രൂപങ്ങളാണിത്. ഈ രൂപത്തിൽ നമ്മൾ ഇന്ന് കാണുന്ന തരത്തിലുള്ള ഒരു പോലീസും ഇന്ന് കാണുന്ന തരത്തിലുള്ള ജയിലറയും, ആ ജയിലറയിൽ ആണും പെണ്ണും സങ്കലമായി നിൽക്കുകയോ അല്ലെങ്കിൽ ആണുങ്ങൾ പോയി എപ്പോഴും കാണാനും ലൈംഗിക ചൂഷണം നടത്താനും പറ്റുന്ന ഒരു സാഹചര്യമോ വരുന്ന രീതിയിലുള്ള ഒരു സങ്കല്പം ഇല്ല. അതേസമയം ആധുനിക ഭരണ സംവിധാന പ്രകാരം ഓരോ നാടും ആ നാടിൽ ഇന്നതിന് ഇന്ന ശിക്ഷ എന്ന് കണക്കാക്കിയിട്ടുള്ള ചില ക്രിമിനൽ ശിക്ഷകൾ പാസ്സാക്കിയിട്ടുണ്ടാകും. അങ്ങനെ പാസ്സാക്കിയിട്ടുള്ള ക്രിമിനൽ ശിക്ഷകളൊക്കെ നടപ്പാക്കുന്നത്, രാജ്യത്തിൻ്റെ ശിക്ഷാ നിയമങ്ങൾ എല്ലാ രാജ്യത്തും നടപ്പാക്കുന്നത് അധികവും ആണുങ്ങൾ തന്നെയാണ്. എല്ലാ രാജ്യത്തും. ഇപ്പോൾ കൊലക്കുറ്റം എന്നവർക്ക് ആരാച്ചാർ ആരായിരിക്കും? ഒരു പെണ്ണിനെ ആരാച്ചാറാക്കിയിട്ട് കാണില്ലല്ലോ. ആരാച്ചാർ ആണായിരിക്കും നാട്ടിൽ. ജല്ലാദ് എന്ന് പറയാണ്, ചിൽതടിക്കുക എന്ന് പറഞ്ഞാൽ അടി പോലത്തൊക്കെ നടത്തുകയാണെങ്കിൽ ആരായിരിക്കും അത് നടത്തുക? അതൊക്കെ ആണായിരിക്കും നടത്തുക.
ആണ് നടത്തി എഴുതിയിട്ട് അവിടെ ലൈംഗിക പീഡനം എന്തിനാ ശിക്ഷിക്കണടുത്ത്? ശിക്ഷിക്കാന്ന് പറയുന്നത് അടിക്കണീന് ബടിയേറ്റോ അല്ലെങ്കിൽ മുടിയാക്കാത്ത അടിയാണെന്നാ. ഇസ്ലാമിൻ്റെ തഹസീലിൽ പറയുന്ന അടി എന്ന് പറഞ്ഞാൽ ലൊർബ് മുബരിഹ്, അങ്ങനത്തെ അടിയാകരുത്, മുബരിഹല്ലാത്ത അടിയായിരിക്കണം എന്നാണ്. പൊട്ടോ മുറിവോ കടുത്ത വേദനയോ ഉണ്ടാക്കാത്ത തരത്തിലുള്ള ശിക്ഷണത്തിൻ്റെ അടികൾ എന്ന് പറയുന്ന അടിയാണ്. ആ അടികൾ നടപ്പാക്കാൻ നല്ല ടവ്വല് വരിഞ്ഞു മുറുക്കിയും അതേറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ കയറ് കൂട്ടിങ്ങാണ്ട് അതേറ്റടിക്കുന്നതോ ആക്കാൻ പെണ്ണിനെ തൊടുന്ന പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ ആണും പെണ്ണും തമ്മിൽ തൊടാൻ പാടില്ലാത്തടത്ത് തൊടലോ പറ്റാത്ത തരത്തിലുള്ളൊരു പെരുമാറ്റമൊന്നും ഇസ്ലാമിക തഹസീർ സംവിധാനത്തിൽ ഇല്ല. ഇമാമ് കണ്ട രീതിയിൽ ഈ കുറ്റവാളികളെ ശിക്ഷിക്കുക, പിന്തിരിപ്പിക്കാൻ വേണ്ടിയുള്ള ശിക്ഷണം എന്നാണ്. അത് പെൺകുറ്റവാളികളാണെങ്കിൽ അവരോട് യോജിച്ച നിലയിൽ തീരുമാനിക്കാനും അവരോട് യോജിച്ച രീതിയിലാക്കാനും ഇമാമിന് സ്വാതന്ത്ര്യമുണ്ട്, ഇമാമിന് അവകാശമുണ്ട്. പെൺ തടവുകാരെ തടവുകാരാക്കി ഒരു സ്ഥലമുണ്ടായാൽ അവിടെ പെണ്ണുങ്ങളായ വാർഡന്മാരെയും പെണ്ണുങ്ങളായ കൂട്ടുകാരെയും നിയമിക്കാൻ ഇമാമിന് അവകാശമുണ്ട്. അത് ഇമാമ് തോത് നിശ്ചയിക്കുകയും ഇമാം അതിൻ്റെ രൂപം നിശ്ചയിക്കുകയും ചെയ്യുകയാണ് ഇസ്ലാമിൻ്റെ തഹസീറിൻ്റെ മാർഗം. അപ്പോൾ കർമ്മശാസ്ത്രത്തിൽ അതിനെല്ലാം വകുപ്പുണ്ട്. അവിടെ ഒന്നും ആണും പെണ്ണും തമ്മിൽ തൊടൻ്റെയോ കാണേണ്ടോ ഒന്നും പ്രശ്നമല്ല. അഫ്ഗാനത്തേത് മുഴുവനും കൂടി നമ്മൾ കാണുന്ന ഇസ്ലാം ആകണമെന്ന് പറഞ്ഞാൽ പറ്റുമല്ലോ, ഇസ്ലാമിൻ്റേതാകണമെന്ന് പറഞ്ഞാൽ പറ്റില്ല. ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുമുള്ള ഓരോ രാഷ്ട്രങ്ങൾക്കുമുള്ള ശിക്ഷാ നിയമങ്ങൾ എങ്ങനെയാണോ അങ്ങനെ അഫ്ഗാനിന് ഒരു നിയമം ഉണ്ടാവും. ആ നിയമപ്രകാരം അതും ചെയ്യാറുണ്ടാവും. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഇപ്പോൾ ഒരു കൊലക്കുറ്റത്തിന് വധശിക്ഷ നടപ്പാക്കുകയാണെങ്കിൽ വധശിക്ഷ നടപ്പാക്കുമ്പോൾ പെണ്ണാണ് കുറ്റവാളി വെച്ചാൽ പെണ്ണെന്നെ പോയി നടപ്പാക്കുമോ? ഇല്ല. രാജ്യത്തിൻ്റെ നിയമപ്രകാരം ആരാണ് നടപ്പാക്കുന്നത്, എങ്ങനെയാണ് നടപ്പാക്കുന്നത് വെച്ചാൽ അങ്ങനെയാണ് നടപ്പാക്കുക. അങ്ങനെ അഫ്ഗാനിലും കാണുന്നുണ്ടാവും. അഫ്ഗാൻ ഒരു രാജ്യമാണല്ലോ, ഇന്നത്തെ നിലക്കുള്ള ഒരു രാജ്യം. ആ രാജ്യത്തിൻ്റെ ഒരു ശിക്ഷാ നിയമം ആ രാജ്യത്തിനുണ്ടാകും. ഇസ്ലാമിക ഫിഖ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഷാഫി മദ്ഹബാണ് ഇസ്ലാമിക് ഫിഖിൽ നമ്മൾ അവലംബിക്കുന്നത്. ഈ ഫിഖിൻ്റെ നിയമപ്രകാരം ഇസ്ലാമിലെ കുറ്റങ്ങൾക്കും ശിക്ഷണ നടപടികൾക്കും ശിക്ഷാ നിയമങ്ങൾക്കുമൊക്കെ അതിൻ്റേതായ കൃത്യമായ മാർഗങ്ങളുണ്ട്. ആണും പെണ്ണും സങ്കലനമുണ്ടാവുകയോ നിഷിദ്ധമായ തരത്തിലുള്ള സ്പർശനങ്ങളോ കാണലുകളോ വരാതെ തന്നെ അതൊക്കെ നടപ്പാക്കാനുള്ള ശരിയായ മാർഗങ്ങൾ ഇസ്ലാമിലുണ്ട്. അത് ഭരണാധികാരി കൈകാര്യം ചെയ്യേണ്ട നിയമങ്ങളായിട്ടാണ് ഇസ്ലാം പറയുന്നത്.